CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. ഈ പ്രസിഡന്റ് ഉൾപ്പെടെ രാഹുൽ മാക്കൂട്ടത്തിന് നേരെ വന്ന രണ്ടാമത്തെ ആക്ഷേപത്തെ സംബന്ധിച്ച് അത് ബോധപൂർവം ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. KPCC പ്രസിഡന്റ് തന്നെയാണ് ആ ആക്ഷേപം ഉന്നത പോലീസ് സംവിധാനത്തിൻ്റെ മുമ്പിൽ എത്തിച്ചത്. എന്നിട്ട് ഇപ്പോഴും മാറി നിന്ന് രാഹുൽ മാക്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ജീർണമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായ അർത്ഥം. അതേപോലെ തന്നെ സിനിമാ നടിക്ക് നേരെ നടന്ന കടന്നാക്രമത്തെ UDF അതിൻ്റെ കൺവീനർ ഉൾപ്പെടെ അതിശക്തിയായി അവർക്കെതിരായി അതിജീവിതക്കെതിരായി നീങ്ങുകയും ദിലീപിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ഗവൺമെൻറ് അപ്പീൽ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പരിഹസിക്കുകയും ഈ ഗവൺമെൻറ്റിന് വേറെ എന്താണ് പരിപാടി എന്ന് ചോദിക്കുകയും ചെയ്ത കാര്യം നമ്മളെല്ലാം കണ്ടതാണ്. പിന്നീടത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടും എങ്ങനെ തിരുത്തിയാലും ആ തിരുത്തൽ ശരിയാവുന്നില്ല എന്നുള്ളതാണ് UDF കൺവീനറുടെയും കോൺഗ്രസിൻ്റെയും നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി യാതൊന്നും പറയാൻ UDFനുണ്ടായിരുന്നില്ല, BJPക്ക് ഉണ്ടായിരുന്നില്ല. അവരാകെ പറയാൻ ശ്രമിച്ചതും പറയണമെന്ന് മനോരമ പത്രം തന്നെ വിശദീകരിച്ചതും വേറൊരു കാര്യത്തെപ്പറ്റിയും ഉണ്ടാകാൻ പാടില്ല, പറയേണ്ടത് ശബരിമല പ്രശ്നം മാത്രമാണ് എന്ന് പറഞ്ഞിട്ടും AK ആന്റണിയെ പോലുള്ളവർ ശബരിമല പ്രശ്നം ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തെരഞ്ഞെടുപ്പ് വോട്ടിനെ ബാധിക്കില്ല എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. വസ്തുതാപരമായിട്ടുള്ള കാര്യം ജനങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കഴിഞ്ഞ നവംബർ 1-ാം തീയതിയോടുകൂടി അതിദാരിദ്ര്യം അവസാനിപ്പിച്ച മുതലാളിത്ത സമൂഹത്തിൽ ആദ്യത്തെ നാടായി കേരളം മാറിയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേകമായിട്ട് 1000 ഉറുപ്പിക വീതം കൊടുക്കാൻ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് നൽകുന്ന ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതി, അതും ജനങ്ങൾ കൃത്യമായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും പെൻഷൻ്റെ വർധന ഉൾപ്പെടെ എല്ലാതരം പെൻഷനുകളും കൈക്കൂലിയാണ് എന്ന് അവതരിപ്പിച്ച UDFൻ്റെ നേതാക്കന്മാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൈക്കൂലിയെ സംബന്ധിച്ചും പെൻഷനെ പറ്റിയും പറയാൻ തന്നെ സാധിക്കുന്നില്ല എന്ന അവസ്ഥ വന്നുചേർന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 1600 രൂപ നൽകിയിരുന്ന 62 ലക്ഷം ആൾക്കുള്ള പെൻഷൻ അത് 2000 ഉറുപ്പികയായിട്ട് വർദ്ധിപ്പിക്കുകയും കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ചേർത്ത് 3600 രൂപ ഓരോ വീട്ടിലും എത്തിക്കുകയും ചെയ്തപ്പോൾ അതിനെപ്പറ്റി അവർക്ക് പറയാൻ സാധിക്കാത്ത അവസ്ഥ വരികയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് സത്യം. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി ശബരിമല വിഷയമടക്കം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ ഉത്തരം പറയേണ്ടി വരും എന്നതടക്കം വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. CPM അല്ലെങ്കിൽ സർക്കാർ മുന്നോട്ട് വെച്ച ജനകീയ പദ്ധതികൾ അത് വോട്ട് കൊണ്ടുവരുമെന്ന പ്രതീക്ഷ കൂടി മുന്നോട്ട് വെക്കുന്നു.